ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയൂട്ടിച്ചാൽ. മലയാളത്തിൻ്റെ ഇതിഹാസം MT വാസുദേവൻ നായരെ സ്മരിച്ചുകൊണ്ട് പുറക്കുന്ന് നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രമുഖ കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ മാധവൻ പുറച്ചേരി ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്ലബ്ബ് സെക്രട്ടറി P. സജിത്ത് സ്വാഗതം പറഞ്ഞു. M. രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ C. ചിന്താമണി, നവോദയ ക്ലബ്ബ് ജോയിൻറ്റ് സെക്രട്ടറി P. രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് അംഗങ്ങൾ, നവോദയ വനിതാവേദി അംഗങ്ങൾ, കുട്ടികൾ, നാട്ടുകാർ തുടങ്ങിയവർ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ MT അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. A1 ന്യൂസിനു വേണ്ടി റനീഷ് OK പുറക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. തന്റെ തന്നെ കഥകള് സിനിമയാക്കിയപ്പോ കഥയിൽ എങ്ങനെയാണോ അത്ര കണ്ട് അതിൽ ഒരു പടി മുകളിൽ വിജയം വരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏത് രംഗത്തും മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ആ രംഗത്ത് എത്താറുള്ളൂ. എത്തിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭാവന നൽകാനുള്ള കരുത്തും അദ്ദേഹം ആർജിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് തകർന്ന ഫ്യൂഡലിസമാണ്. നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ അതിന്റെ ചില അവശിഷ്ടങ്ങൾ ഉണ്ടാവും. പഴയ വീട് ഇപ്പോഴും ഉണ്ടോ എന്ന് എന്റെ പ്രിയപ്പെട്ട ശിഷ്യനിപ്പോ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ പഴയ വീട് പൊളിച്ചു. ഫ്യൂഡലിസത്തിന്റെ അവശിഷ്ടമാണ് കൃത്യമായിട്ടുണ്ട്. പണ്ടിവിടെ വലിയ തറവാടായിരുന്നു, എല്ലാം ഭരിച്ച് ഇങ്ങനെ കൊണ്ടുപോയ തറവാടായിരുന്നു. ഈ ആഢ്യത്വത്തിന്റെ തകർച്ചയാണ് MT വാസുദേവൻ നായർ ചരിത്രവൽക്കരിച്ചത് എന്ന് നാം തിരിച്ചറിയണം. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മേഖലകൾ നോക്കിയാൽ മതി. നോവല്, കഥ, സിനിമ, സംവിധാനം, പാട്ടും എഴുതിയിട്ടുണ്ട്. സിനിമക്ക് പാട്ടും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനം എല്ലാത്തിലും ശോഭിക്കുക. പൊതുവെ ഈ സിനിമക്ക് നോവൽ എഴുതിയ ആള് സിനിമക്ക് തിരക്കഥ എഴുതിയ മഹാബോറാണെന്ന പതിവ്. ധാരാളം ഉദാഹരണങ്ങൾ മലയാളത്തിലുണ്ട്. ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല, പ്രതിഭ അല്ലാറ്റല്ല. അത് സിനിമ ഒരു ദൃശ്യകലയാണ്. നോവല് വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പ്രതീതി വേറെ. നഗരത്തിന്റെ ഒപ്പം സഞ്ചരിക്കുക വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, നമുക്ക് റിസ്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് വേണമെങ്കിൽ പറയാം. MT അങ്ങനെയല്ല ചെയ്തത്. MT ചെയ്തത് അധികാരത്തെ വിമർശിക്കാനുള്ള, അധികാരത്തിന്റെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് പല മുന്നണികൾ മാറി മാറി ഭരിച്ചാലും MT സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായ സമയത്ത് ആ ഭാഗത്ത് മുഖ്യമന്ത്രിയല്ല, മന്ത്രിയല്ല, ആര് വന്നാലും MTയുടെ ശ്രദ്ധ കിട്ടുന്നത്ര മറ്റൊരാൾക്ക് കിട്ടുമായിരുന്നു. അത് പലപ്പോഴും കോഴിക്കോട് പല വേദികളിലും MT വന്നിരുന്നിരിക്കുമ്പോ ജനം മുഴുവൻ MTയെ കേൾക്കാനുള്ള അത്രമേൽ ജാഗ്രതയോടുകൂടിയ ഇടപെടലുകളായിരുന്നു MT വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ നടത്തിയിട്ടുള്ളത്. മലയാളികളുടെ MTയെ നമ്മളൊക്കെ ഒരുപക്ഷെ ആദ്യമായി ഒരു പുസ്തകം വായിച്ചത് പോലും ചിലപ്പോൾ അത് ഒരു MTയുടെ പുസ്തകമായിരിക്കാം. അതുപോലെ തന്നെ ഒരു യുഗാന്ത്യം എന്ന് വിശേഷിപ്പിച്ചാണ് സാഹിത്യകാരന്മാരൊക്കെ MTയുടെ ഈ വേർപാടിനെ അനുസ്മരിച്ചത്. നിർമ്മാല്യം പോലെയുള്ള അതിപ്രശസ്തമായ സിനിമകൾ നിർമ്മിച്ച വ്യക്തി, അങ്ങനെ പലതും ഈ രണ്ടക്ഷരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. MTയുടെ സിനിമ, ഒന്നിലധികം സിനിമകൾ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഒന്നിലധികം പുസ്തകങ്ങൾ വായിക്കാത്ത, MT കഥകൾ വായിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും. എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ MTയുടെ കഥ വായിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് MT എന്ന ആ വിശ്വ സാഹിത്യകാരനെ അനുസ്മരിക്കുന്നതിൽ നമ്മുടേതുപോലുള്ളൊരു സംഘടന അധികം വൈകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഒരുപാട് വലുതും ചെറുതുമായ ഒരുപാട് നിരവധി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും നാം ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി ഏറ്റെടുത്തത്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന ഈ അനുസ്മരണ പ്രഭാഷണം വളരെ ഭംഗിയായി നിർവഹിച്ച മാധവ മാഷ്. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയൂട്ടിച്ചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്,
പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പടിയൂട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവേ ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പടിയൂട്ടുചാൽ. ഫോൺ 9964670511.